ഇൻഫാം തെക്കൻ മേഖല രൂപകൽപ്പന ചെയ്യുന്ന വിവിധ പദ്ധതികൾ കർഷകരെ കൂടുതൽ ശക്തരാക്കുവാനും സ്വയം പര്യാപ്തമാക്കുവാനും സഹായിക്കുന്നവയാകട്ടെയെന്നും ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംകുന്നേൽ കൂട്ടിച്ചേർത്തു. ഈ പ്രകൃതിയെ ദൈവം എനിക്ക് ദാനമായിട്ട് മനുഷ്യകുലത്തിന് തന്നപ്പോൾ ഇത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ നൈർമല്യത്തോടും അതിൻ്റെ നന്മയോടും കൂടെ കൈമാറാനായിട്ടുള്ള വലിയ വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്, നമുക്ക് ഓർക്കാം. അതുകൊണ്ട് കർഷകരെന്നുള്ള രീതിയിൽ ദൈവം നമ്മളെ വലിയ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു. അത് നന്നായിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫാം സംഘടന നമ്മളെ അതിനെ ഒരുക്കുകയും പഠിപ്പിക്കുകയും അതങ്ങനെയായി ഫലം ചൂടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോഴാണ് ഇൻഫാം സംഘടനയ്ക്കും അതുപോലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൊച്ചു കൊച്ചു ജീവിതങ്ങളും ഫലപ്രദമായിട്ട് തീരുന്നത് എന്നുള്ള ആ വലിയ തിരിച്ചറിവ് ഇങ്ങനെയുള്ള അസംബ്ലികളിലൂടെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ നമുക്കുണ്ടാകാനും അത് നമ്മുടെ നാടിനും നമുക്കറിയാം, ഭാരതം സുന്ദരമായ നാടാണ്. വൈവിധ്യമുള്ള പ്രകൃതിയും വൈവിധ്യമുള്ള കാലാവസ്ഥയും വൈവിധ്യമുള്ള ഭാഷകളും ഭക്ഷണവും എല്ലാമുള്ള വളരെ മനോഹരമായ വളരെയേറെ സാധ്യതകളുള്ള മാനവ വിഭവശേഷിയിൽ ഇത്രയും സമർത്ഥമായിട്ടുള്ള ഒരു രാജ്യത്ത് ജനിക്കാനും വളരാനും നമ്മുടെ വിശ്വാസം ജീവിക്കാനൊക്കെ ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ള ആ വലിയ ദൈവവിളിയുടെ മുമ്പിൽ നമുക്ക് നന്ദിയോടെ ആയിരുന്നു കൊണ്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ച കാര്യസ്ഥതയുടെ ചുമതല വളരെ ശാസ്ത്രീയമായിട്ട് ഒരു മാനേജ്മെന്റ് വിദഗ്ധന്റെ വൈദഗ്ധ്യത്തോടെ എല്ലാം പൂർത്തിയാക്കി. സംഘടനയുടെ അടിസ്ഥാന ഘടകമായ ഓരോ കർഷക കുടുംബത്തിന്റെയും കാർഷികവും സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയും പുരോഗതിയുമാണ് ഇൻഫാം ലക്ഷ്യം വെക്കുന്നതെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. ഈ ലക്ഷ്യം നേടിയെടുക്കുവാൻ സഹായകരമായ കർമ്മപദ്ധതികളും പ്രവർത്തനങ്ങളും രൂപകൽപ്പന ചെയ്യുകയും നടപ്പിലാക്കുകയുമാണ് ഇൻഫാമിന്റെ വിവിധ തലങ്ങളിലുള്ള അസംബ്ലികളുടെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, ആ ദേശത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അവിടുത്തെ കർഷകർക്ക് ഗുണപ്രദമാകുന്ന പദ്ധതികളെ ആവിഷ്കരിക്കാനുള്ള നേതാക്കന്മാരുടെ സംഗമ വേദിയും ആലോചനാ സമിതിയുമാണ് ഈ അസംബ്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കണ്ടിട്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ പ്രായോഗികമായി നമുക്ക് ഓരോ തലത്തിലും നടത്താൻ പറ്റുന്നത് നടത്തുക. താഴെയുള്ളവർ നിങ്ങളോട് പറഞ്ഞ സജഷനുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കും. അതിനുശേഷമുള്ള കാര്യങ്ങൾ വീണ്ടും ഇതുപോലെ മേഖലാ അസംബ്ലിയിൽ അവതരിപ്പിക്കും. മേഖലാ അസംബ്ലിയിൽ അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജില്ലാ അസംബ്ലിയിൽ അവതരിപ്പിക്കും. അങ്ങനെ അത് മുകളിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ അസംബ്ലികളുടെ അവതരിപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് വികേന്ദ്രീകൃത വികസനത്തിൻ്റെ ഭാഗമായി കപ്പയുണങ്ങുന്നതിനും മറ്റ് കാപ്പിക്കുരു സംഭരിക്കുന്നതിനും വിഭവങ്ങൾ ശേഖരിക്കുന്നതിനും ഏത്തക്കൊല എടുക്കുന്നതിനും ഒക്കെ നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇൻഫാം മാർക്കറ്റിംഗ് ആരംഭിക്കാനായിട്ട് ശ്രമിച്ചത്. ഇൻഫാം മാർട്ടുകൾ നമ്മൾ തുടങ്ങാൻ പോകുന്നതിൻ്റെ പദ്ധതികൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ആലോചനയുടെ ഭാഗമായി ഇന്ന് പറയുന്ന കാര്യം നാളെ നടക്കണമെന്നില്ലെങ്കിലും വരും കാലഘട്ടത്തിൽ നടക്കേണ്ട പദ്ധതികളെ നമ്മൾ ആവിഷ്കരിക്കുകയാണ്. ഇങ്ങനെ ഓരോ പദ്ധതികളും അതിനുള്ള വേദിയായിട്ട് ഇതിനെ കാണണം. ജോയിന്റ് ഡയറക്ടർമാരായ ഫാദർ ആന്റണി കോട്ടൂർ, ഫാദർ ജിൻസ് കിഴക്കൽ, ഫാദർ ആൽബിൻ പുൽത്തകടിയൽ, സിസ്റ്റർ ആനി ജോൺ SH, താലൂക്ക് ഡയറക്ടർമാരായ ഫാദർ ജേക്കബ് കൈപ്പൻപിളക്കൽ, ഫാദർ സെബിൻ ഉള്ളാട്ട്, ഫാദർ സിജോ പന്നലക്കുന്നൽ, തെക്കൻ മേഖലാ പ്രസിഡന്റ് കുരുവിളച്ചക്ക താഴത്ത് പീടിക, തെക്കൻ മേഖലാ സെക്രട്ടറി തോമസ് കൊണ്ടാടിക്കുന്നൽ, മഹിളാ സമാജ് മേഖലാ പ്രസിഡന്റ് ലൗലി TV കളപ്പുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. അസംബ്ലിയിൽ എരുമേലി, റാന്നി, പത്തനംതിട്ട കാർഷിക താലൂക്കുകളിലെ ഇൻഫാമിന്റെയും മഹിളാ സമാജിന്റെയും പ്രവർത്തന റിപ്പോർട്ടുകളും വരും വർഷം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളും വിശദീകരിച്ചു. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile, Mother stands up for you for everything. Mary Jones Mission Hospital, Tanjirapalli, Kottayam. We care, God cures.